Dominic and the Ladies Boss. What a movie. Fantastic movie. ഒരു രക്ഷയില്ല. സിനിമ കാണാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ വെറുതെ നോക്കി നിൽക്കണ്ട. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, സെക്കൻഡ് ഷോയോ അടുത്ത നൂൺ ഷോയോ ഏതെന്ന് വെച്ചാൽ പോവാ, ടിക്കറ്റ് എടുക്കാൻ കാണുക. കാരണം ലേഡീസ് പേഴ്സിനുള്ളിലെ സീക്രട്ട് മുഴുവൻ ഡൊമിനിക് അടിച്ച് പൊളിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. സൂപ്പർ പടം. കാരണം ഈ സിനിമ വരുന്നതിന് മുമ്പ് നമ്മൾ ഇതിന്റെ ഒരു 4-5 വീഡിയോസ് അതിൽ കൂടുതൽ ഒരുപക്ഷെ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇതിന്റെ ഓരോ പോസ്റ്റർ വരുമ്പോഴും ഓരോ ദിവസം ഇവർ ഇറക്കി വരുന്ന പോസ്റ്റേഴ്സും ഇതിന്റെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ആ ഒരു പ്രസന്റേഷൻ അത് ഭയങ്കരമായിരിക്കും ഒരു പ്രതീക്ഷ അവർ തന്നിട്ടുണ്ട്. ഓരോ പോസ്റ്റിലും ഉപയോഗിച്ചിട്ടുള്ള ക്യാപ്ഷൻസ് ആവട്ടെ, അത് പ്രസന്റ് ചെയ്യുന്ന രീതി ആവട്ടെ, ഇതിന്റെ ടീസർ ട്രെയിലർ എല്ലാം ഒന്നിനൊന്ന് മുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു നല്ലൊരു പ്രസന്റേഷൻ കാണാം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാണാം എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അത് 100-ൽ 110% ഗംഭീരമായിട്ട് ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന ഡയറക്ടർ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട്, വീണ്ടും പറയുന്നു ബ്രില്യൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ, അങ്ങനെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനം. പക്ഷെ ഇതിനേക്കാൾ നല്ല രീതിയിൽ മറ്റൊരാൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയുന്നത്, കഥ അല്ലെങ്കിൽ അതിന്റെ സീക്രട്സോ മറ്റു സംഭവങ്ങളോ സസ്പെൻസോ ഒന്നും മനസ്സിലാവുന്നല്ല. ഓരോ ഫ്രെയിമും അത്ര നീറ്റായിട്ട്, അത്ര ക്ലീൻ ആയിട്ട്, അത്ര സിമ്പിൾ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വെച്ച് തരാണ്. തുടക്കത്തിൽ ഇതിന്റെ സിനിമയുടെ ഏറ്റവും ഫസ്റ്റ് ഓപ്പണിംഗ് ഷോട്ടിൽ ഈ സിനിമയിലേക്ക് ഇറങ്ങിയതാണ്. പിന്നെ അതിന് ഇറങ്ങി പോരാൻ പറ്റിയിട്ടില്ല. അത്ര എൻഗേജിങ് ആയിട്ട് ഇതിന്റെ ഏറ്റവും എൻഡിൽ ഒരു പത്രത്തിന്റെ ഒരു കട്ടിങ്സ് കാണിക്കുന്നുണ്ട്. ആ പുട്ട വരെ ആ ഒരു ഒറ്റ ഇരുത്താണ്. മെല്ലെ മെല്ലെ പതിഞ്ഞ താളത്തിൽ ഇങ്ങനെയാണ് തുടങ്ങിയത്. നമ്മൾ അതിലേക്ക് ഇന്നായിട്ടുണ്ട്. പക്ഷെ പതിയെ ഇങ്ങനെ തുടങ്ങി 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 പിന്നെ അതിങ്ങനെ നമ്മുടെ ഒരു ലെവൽ ഉണ്ടല്ലോ, നമ്മുടെ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ആ ഒരു ഇത് കൊള്ളാതെ പരിപാടി, ഇത് എന്താണ് ഈ ചെയ്ത് എടാ പോളി ബ്രില്യൻ്റ് എന്നുള്ള ആ തോന്നൽ ഇങ്ങനെ കൂടി 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 ഏറ്റവും പീക്കിലെത്തുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ക്ലൈമാക്സ് തരിക. ആ രീതിയിൽ തന്നെ ഇതിന്റെ ക്ലൈമാക്സും ഇവർ ബ്രില്യൻ്റ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരുന്നുണ്ട്. അത്ര നല്ലൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മമ്മൂക്ക എടുത്തു പറയേണ്ട മമ്മൂക്കനെ തന്നെയാണ്. ഇത്തരത്തിലൊരു കഥാപാത്രം നമുക്ക് എത്ര കണ്ടാലും മടുപ്പ് തോന്നാത്ത ഒരു കഥാപാത്രം. അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അദ്ദേഹത്തിന്റെ നല്ല നല്ല തമാശകൾ, തമാശ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി ചിരിക്കേണ്ട ഒരു ആവശ്യമേ വരുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കുക എന്നുള്ളതല്ല. എന്നാൽ ഏട്ടോ മോനെ അത് പൊളി എന്ന് പറയാൻ തോന്നുന്ന രീതിയിലുള്ള അതായത് ആ ക്യാരക്ടർ ഒരു തമാശ പറയുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് തമാശ പറയുമല്ലോ, അത്തരത്തിലാണ്. തമാശ പറയാൻ വേണ്ടി പറയല്ല. എന്നാൽ അയാളുടെ ക്യാരക്ടർ എങ്ങനെ, അയാളുടെ സ്വഭാവം തന്നെ എങ്ങനെയാണ്, അയാൾ ഒരു കാര്യം പറയുമ്പോൾ അതിൽ തമാശ ഒരു പക്ഷെ അയാൾ അറിയുന്നുണ്ടാവില്ല, എന്നാൽ നമുക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അത്തരത്തിൽ ഒരു നല്ലൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ ഇനിയും ആ കഥാപാത്രം വെച്ച് ഒരുപാട് നല്ല സിനിമകൾ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ. നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പൊ കസബയിലെ ആ പോലീസിന്റെ ലുക്കിലൊരു ഒരു ഫോട്ടോ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് ആ ഒരു കസബ ടച്ച് ഫീൽ ചെയ്തു. ആ ഒരു സിമ്പിൾനെസ് ഉണ്ടല്ലോ, ഒരു കഥാപാത്രത്തിന് ഈസിനെസ് ഉണ്ടല്ലോ, അങ്ങനെ വളരെ ഈസി. മമ്മൂക്ക ഓഫ് കോഴ്സ്, പക്ഷെ ഈ കഥാപാത്രത്തിന് അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഞാൻ പറയുന്നത് മമ്മൂക്ക ചെയ്തുകൊണ്ട് മാത്രം വന്നതല്ല, കോഴ്സ് അതുണ്ട്. പക്ഷെ എഴുത്തിൽ തന്നെ ആ കഥാപാത്രത്തിനെ മേക്ക് ചെയ്യാൻ ശ്രമിച്ച റൈറ്റേഴ്സ് അവരത് ഗംഭീരമായിട്ട് അത് എഴുത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അത് വളരെ ഈസി ആയിട്ട് പുൾ ഓഫ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ ഇതിലെ മറ്റൊരു ബ്രില്യൻസ് ആണ്, ഇതിലേക്ക് ഗോകുൽ സുരേഷ് ആരാണോ അത് കാസ്റ്റ് ചെയ്തത്, ഗംഭീര കാസ്റ്റിംഗ്. ആ സ്ഥാനത്ത് മറ്റൊരാളും വരാൻ പറ്റില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് ആ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം അതൊരു ഭയങ്കര നിഷ്കളങ്കമായിട്ടുള്ള, എന്നാൽ ഡൊമിനിക്കിനോട് ഉള്ള ഒരു ഇഷ്ടം പറയാതെ തന്നെ പറയുന്ന തരത്തിലുള്ള, അത് കാരണം പ്രേക്ഷകന് ഒരു ഇഷ്ടം തോന്നാൻ സാധ്യതയുള്ള അങ്ങനത്തെ ഒരു കഥാപാത്രം. നിഷ്കളങ്കത അവിടെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അയാൾ ചെയ്യുന്ന പല പ്രവൃത്തിയും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ബ്രില്യൻ്റ് ആണ് ആള്. എന്നാൽ ഒരു വളരെ പാവമായിട്ടുള്ള ഒരു സാധാരണക്കാരിലെ ഒരു സാധാരണ യുവാവ്, ഒരു പാവത്താനായിട്ടുള്ള ഒരാൾ, അത് ഭയങ്കര നൈസായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഗോകുൽ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇതിലൊരു പാട്ടുണ്ട്, ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പാട്ട്, അതിലൊരു റാപ്പ് പാടുന്ന സാധനം, നമ്മൾ യോ യോ എന്നൊക്കെ കാണിച്ച് പറഞ്ഞ സാധനം, അത് മാത്രമാണ് എനിക്ക് പുള്ളി അത് മാത്രമാണ് എനിക്ക് പേഴ്സണലി കേട്ടോ, എല്ലാവർക്കും അത് അങ്ങനെ ആവണമെന്നില്ല, പക്ഷെ എനിക്ക് അത് മാത്രം കുറച്ചൊരു നന്നാക്കാമായിട്ട് തോന്നി. പക്ഷെ എടുത്തു പറയേണ്ടത്, ഇതില് ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സീൻ ഉണ്ടാവും, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു ജയിലിനുള്ളിൽ വരുന്ന സെല്ലിൽ ഇട്ടിട്ടുള്ള ഒരു സംഭവം. അതായത് ആയ കാലത്ത് അല്ലെങ്കിൽ പോലീസിലുള്ള കാലത്ത് ഒരു കൈക്കൂലി അതൊരു മുട്ടുസൂചി പോലും പുള്ളി അനക്കില്ലായിരുന്ന ഒരു പോലീസ് ക്യാരക്ടർ ഗോകുലിനോട് പറയുന്ന ഒരു സംഭവം. പക്ഷെ ആ സെല്ലിലേക്ക് ഇടുന്ന സമയത്ത് ഗോകുലിന്റെ ക്യാരക്ടർ പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ജയിലിലാവണത്, ആദ്യം ഞാൻ സെല്ലിനുള്ളിലൊക്കെ. അങ്ങനെ ആദ്യമായിട്ട് ജയിലിൽ പോകുന്ന ഒരാളുടെ പരവേശവും അയാളുടെ ഒരു ടെൻഷനും വെപ്രാളവും
എന്തിനു പറയണം, മമ്മൂക്ക തൊട്ടപ്പുറത്തിരുന്ന് അഭിനയിക്കുന്നുണ്ട്, മമ്മൂക്കയും വേറെ ക്യാരക്ടറും തമ്മിൽ സംസാരം കാണുന്നുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഗൂഗിളിൽ നിന്ന് കാണിക്കുന്നേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത്. അത് തുറന്നു പറഞ്ഞാൽ മമ്മൂക്കന്റെ മുകളിൽ ആ ഒരു സീനിൽ ഗൂഗിൾ സ്കോർ ചെയ്തെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം എടുക്കുന്ന ശ്വാസം പോലും, അതായത് ഒരു ദീർഘനിശ്വാസം വിടുമ്പോൾ പോലും അതിലെ ടെൻഷൻ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന പരവേശമൊക്കെ ഭയങ്കര നൈസായിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഇപ്പുറത്ത് മമ്മൂക്ക നിൽക്കുന്നത് പറയുന്നുണ്ട്, നീ എന്തിനാ മേടിക്കുന്ന ഇപ്പുറത്ത് ഞാനില്ലേ എന്ന് പറയുമ്പോൾ പോലും പുള്ളി അതെ ഓക്കെ എന്ന് പറയുമ്പോഴും പുള്ളിന്റെ മുഖത്തും പുള്ളിന്റെ ആ ഒരു എന്താ പറയാ മുക്കലും മുറലിലും പോലും ആ ടെൻഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അത് ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്രില്യൻ്റ് എന്നേ പറയാനുള്ളൂ. ആൻഡ് നായിക, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥാപാത്രം തോന്നുന്ന ഒരു കഥാപാത്രം, പക്ഷെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള, ഭയങ്കര എന്താ പറയാ, എസ്പെഷ്യലി ക്ലൈമാക്സ് ഭാഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് ചെയ്യേണ്ട ഒരു കഥാപാത്രം. ആ ക്യാരക്ടറിന്റെ സെലക്ഷൻ തന്നെ നന്നായി. പിന്നെ ഒരു മലയാളം അത്ര നന്നായിട്ട് പറയാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ഡെപ്തും അതൊക്കെ നമുക്ക് ഭയങ്കര ഡീപ്പായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദിഖിന്റെ ഒരു ക്യാരക്ടർ ഉണ്ട്, കുറച്ച് ഭാഗമേ ഉള്ളൂ, പക്ഷെ ഉള്ള ഭാഗം വളരെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ലെന എന്നും ഇങ്ങനെ പറഞ്ഞ് എടുത്തു വരേണ്ട അത്ര വലിയ ക്യാരക്ടർ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഒറ്റ സീനിൽ മാത്രമേ ഉള്ളൂ, അതൊക്കെ ചെയ്ത് അങ്ങനെ പോയി എന്നുള്ളതേ ഉള്ളൂ. സ്ഥിരം കാണുന്ന സാധനമാണ്. ഷൈൻ ടോം ചാക്കോ ഇന്നലെ ചെയ്ത വീഡിയോയിൽ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ പോസ്റ്റർ കണ്ടിട്ട് ഒരു പക്ഷേ ക്ലീഷേ ടിപ്പിക്കൽ ഷൈൻ ടോം സാധനം ആകുമെന്ന്. ടിപ്പിക്കൽ ഷൈൻ ടോം തന്നെയാണ്, അതേ രീതികളാണ്, അതേ സംഭവമാണ്. പക്ഷെ ട്രീറ്റ്മെന്റ് അതാണ്, ഡയറക്ഷനും സ്ക്രിപ്റ്റിങ്ങും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതൊരു ടിപ്പിക്കൽ സാധനമാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റുന്നില്ല. അങ്ങനെ രസമായിട്ട് അത് ഷൈൻ ടോം ചാക്കോ ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ. അങ്ങനെ എല്ലാം ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി കൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ആത്മാർത്ഥതയോടുകൂടിയാണ് പറയുന്നത്. ഓരോ ക്യാരക്ടറും, വരുന്നു പോകുന്ന എല്ലാ ക്യാരക്ടറും അത്രമേൽ നമുക്ക് പ്രിയപ്പെട്ടതായി മാറുന്നുണ്ട്. എസ്പെഷ്യലി ഇതിലെ മാധുരി എന്ന് പറയുന്ന ഹൗസ് ഓണർ, അവരൊക്കെ ആ ക്യാരക്ടർ അത്ര റിച്ച് ആണ്, റിച്ച് എന്ന് പറയില്ല, അത്രത്തിൽ റിച്ച് ആണ്. പക്ഷെ അവരുടെ ഡയലോഗ് ഡെലിവറി അതിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഇംഗ്ലീഷ് പറഞ്ഞ് ശീലിച്ച ഒരാൾ മലയാളം പറയുന്നുണ്ട്, പക്ഷെ ഇടക്ക് കയറി വരുന്ന ഒരു അത്തരം ഒരു മലയാളം ഉണ്ടല്ലോ, ആ പറയുന്ന ലാംഗ്വേജിൽ സ്ലാങ്ങിൽ പോലും ഉപയോഗിച്ചിരിക്കുന്ന രീതി ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അവരും ഡൊമിനിക്കും തമ്മിലുള്ള ഒരു കണക്ഷൻസ്, ഓരോ സമയത്തും അവർ ഇദ്ദേഹത്തിന് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും അതല്ലാതെ തമാശകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ മൊത്തം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഇതൊരു മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് എന്നാണ് ഞാൻ പറയുന്നത്. അത് തിയേറ്ററിൽ ഇരുന്ന് ആ ഓളത്തിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ഭയങ്കരമാണ്. അപ്പോഴും ഞാൻ പറയുന്നു, ഭയങ്കരമായ സാധനം എന്നല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം, ട്രീറ്റ്മെന്റ് കൊണ്ട് റിച്ച് ആക്കി വെച്ചിരിക്കുന്ന ഒരു സാധനം, പെർഫോമൻസ് കൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും. സോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി കമ്പനി ഡിസപ്പോയിന്റ് ചെയ്യില്ല നമ്മളെ എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻസ് അവരുടെ ക്യാപ്പിലേക്ക് അടുത്തൊരു പൊൻതൂവൽ, തൊട്ടതെല്ലാം പൊന്നാക്കും ഞങ്ങൾ എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മമ്മൂട്ടി കമ്പനി മമ്മൂക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. ഇവിടെ കാണാം. കണ്ടവരെ.